Hi guys, welcome to our channel again. നമ്മൾ വീണ്ടും ഒരു പുതിയ കാറായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു വാഹനമാണ്. സോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഒരു മിനി വാൻ ആണ്. അപ്പോൾ ഇത് നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മിനി വാൻ ആണ്. അതാണ് ഹോണ്ടയുടെ ഓഡിസി. ഇത് 2020 മോഡലാണ്. അതെ, 2019 US-ൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്തിരിക്കുന്ന മിനി വാൻ ഹോണ്ട ഒഡീസി ആണ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി 2020 ഹോണ്ട ഒഡീസി. നമുക്ക് ആദ്യം തന്നെ മിനി വാൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിന്റെ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് മിനി വാൻ ഇപ്പോൾ ഉള്ള ആ മിനി വാനിന്റെ കാറ്റഗറിയിൽ പെട്ട ഒരു അനിയന്മാരെന്ന് പറയാവുന്ന രീതിയിൽ ആദ്യമായിട്ട് വണ്ടി മിനി വാൻ ആയിട്ട് ഇറക്കി തുടങ്ങിയത് ക്രൈസ്ലർ ആണ്. അതും എനിക്ക് തോന്നുന്നു US നോർത്ത് അമേരിക്കയിലാണ് ഇത് കൂടുതലും പോപ്പുലർ. സോ 1984 ക്രൈസ്ലർ ഡോഡ്ജിന്റെ കാരവൻ എന്ന് പറഞ്ഞൊരു മോഡലും അതുപോലെ പ്ലൈമൂത്തിന്റെ വോയേജർ എന്ന് പറഞ്ഞൊരു മോഡലും അല്ലേ. അപ്പോൾ ഈ രണ്ട് മോഡലാണ് 1984 ആദ്യമായിട്ട് മിനി വാൻ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തത് US-ൽ. പക്ഷെ അതിന് മുമ്പ് മിനി വാൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു സെഗ്മെന്റിൽ വരില്ല. എന്നാലും 1960s വോക്സ് വാഗന്റെ ഒരു ബെസ്റ്റ് ടൈപ്പ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒമിനി അതൊരു കൾട്ട് ക്ലാസിക്, ഭയങ്കര ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ്. ആ ഒരു വണ്ടി ഇറങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു മിനി വാൻ സെഗ്മെന്റിലേക്കുള്ള വണ്ടി ആദ്യമായിട്ട് ഇറക്കിയത് കാരവൻ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഈ എക്സാക്ട് ഹോണ്ട ഓഡിസിയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇത് ഒരു അക്കോർഡ് ബേസ്ഡ് ആയിരുന്നു. ഏർലി 90s ഒരു കുറച്ചും കൂടെ ഒരു അക്കോർഡ് സ്റ്റേഷൻ വാഗൺ പോലെയായിരുന്നു ഇത് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു ജനറേഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 5th ജനറേഷൻ. അപ്പോൾ നമുക്ക് ഈ 2020 ഹോണ്ട ഓഡിസിയുടെ എക്സ്റ്റീരിയർ ഫ്രണ്ട് എന്നുള്ള ആ ഒരു ലുക്ക് ആൻഡ് ഇംപ്രഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇത് ഒരു മിനി വാൻ ആയതുകൊണ്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയതുകൊണ്ടും വളരെ സട്ടിലായിട്ടുള്ള ലുക്സാണ്. ഓവർ അഗ്രസീവ് ഒന്നുമല്ല. അപ്പോൾ വളരെ നീറ്റ് ടൈഡി ഡിസൈൻസ് ഒക്കെയാണ്. ഫ്രണ്ടിലെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഈ ഹെഡ്ലൈറ്റ്സ് ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. അത് പ്രൊജക്ടർ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് വിത്ത് ഡേ ടൈം LED റണ്ണിങ് ലൈറ്റ്സ് ആണ് വരുന്നത്. എല്ലാ ഹോണ്ട വണ്ടികളിലും വരുന്ന പോലെ തന്നെ ഹോണ്ടയുടെ ഗ്രില്ലിൻ്റെ സൈഡിൽ ഒരുപാട് ക്രോമിയം സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഈ സൈഡിൽ വരുവാണെങ്കിൽ ഫോഗ് ലാമ്പും അതും LED അല്ല, റെഗുലർ ഫോഗ് ലാംപ്സ് ആണ്. അതേപോലെ തന്നെ ടേൺ സിഗ്നൽസിൻ്റെ ലൈറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിനും ക്രോം ഇൻസേർട്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ഡീസൻറ്റ് ലുക്കിംഗ് ഒരു ഫാമിലി വണ്ടിയാണ്. ഹോണ്ട ഒഡീസിയുടെ സൈഡ് വ്യൂയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ടയറിലേക്ക് പോവാം. സോ ഇതിന് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. അലൂമിനിയം അലോയ് വീൽസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ 18 ഇഞ്ച് 235/60R18 ആണ് ടയറിൻ്റെ സൈസ് വരുന്നത്. 18 ഇഞ്ച് ഓൾ വെതർ ടയറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൂടാതെ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 140 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സൈഡ് മിററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് സൈഡ് മിററിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ടേൺ സിഗ്നലിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സൈഡിൽ കൂടെ ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഡോറിൻ്റെ മുകളിലായിട്ട്. അതുകൂടാതെ മിക്ക ഹോണ്ട വണ്ടിയിൽ ഇപ്പം ഹോണ്ട CR-V ആണെങ്കിലും എല്ലാം കാണുന്ന പോലെ നമുക്ക് ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ മുകളിലും താഴെ. അത് കൂടാതെ ക്രോം ഹാൻഡിൽസ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കീലെസ് എൻട്രി ആണ്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഒരു വലിയൊരു വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു 3rd റോ വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവും 3rd റോയിൽ ഇരിക്കുന്നവർക്ക് തന്നെ. സ്ലൈഡിങ് ഡോറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡിങ് ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലോക്ക് തുറക്കാനും കയറാനും ജസ്റ്റ് ഈ ഡോറിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് സ്ലൈഡായിട്ട് തുറന്നു വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചൊരു സ്ലോയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. ഇത് കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ അടയ്ക്കുന്നതാണെങ്കിലും അത്യാവശ്യം സ്ലോയിലാണ് ഇതിൻ്റെ മെക്കാനിസം.
എനിക്ക് തോന്നുന്നു വേറെ പല മിനി വാനിലും ഇത്ര സ്ലോ അല്ല. മഴയും തണുപ്പൊക്കെയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം വെളിയിൽ ഡോറ് തുറന്നു വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. അതെ അതെ. സോ നമുക്കിതിൻ്റെ ബാക്കിലേക്ക് പോവാം. സോ നമ്മൾ ഒരു മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റൂഫിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലറും അതിലൊരു ബ്രേക്ക് ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. റേഡിയോ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന. പിന്നെ ഇതിൻ്റെ റിയർ വ്യൂ അല്ലെ റിയർ വിൻഷീൽഡ് എന്ന് പറയുന്നത് നല്ല ഒരു മിനി വാൻ ആയതുകൊണ്ട് തന്നെ വലിയ വണ്ടി ആയതുകൊണ്ട് നല്ല വലിയ റിയറിലുള്ള വിൻഷീൽഡ് അങ്ങനെ ഒരു പവർ അസിസ്റ്റഡ് ടെയിൽ ഗേറ്റ് ആണ്. അപ്പോൾ ഇതിനൊരു നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ട്രങ്ക് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഡെപ്തിൽ അവർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്റ്റോ ആൻഡ് ഗോ എന്ന് പറഞ്ഞൊരു മിനി വാൻസിലൊക്കെ കണ്ടുവരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് തേർഡ് റോ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് ഈ ഒരു കുഴി പോലെ അല്ലെ ഒരു വെല്ല് പോലെ ഉള്ളതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ അതിന് ഈ സ്ട്രാപ്പ് അങ്ങ് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് നേരെ താഴത്തേക്ക് ഇറക്കി വെക്കാം. സോ അപ്പോൾ ഇതൊരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം പോലെ നമുക്ക് ലക്ഷറി സെഗ്മെന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പവർ അസിസ്റ്റഡ് ഒന്നുമല്ല, എല്ലാം സ്ട്രാപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഹോണ്ടയിൽ ഫസ്റ്റ് ഒരു മിനി വാനിൽ ഒരു വാക്യൂം ക്ലീനർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നത് ഹോണ്ടയാണ്. ഹോണ്ടയുടെ ഹെച്ച് വാക്ക് എന്ന് പറഞ്ഞിട്ട് വാക്യൂം ക്ലീനർ വന്നിട്ടുണ്ട്. ഹോണ്ട ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വാക്യൂം ചെയ്യണമെങ്കിൽ ഇതിനകത്ത് തന്നെ വാക്യൂം ക്ലീനർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ പവർ ബട്ടൺ ഉണ്ട്. വണ്ടി ഓൺ ആണെങ്കിൽ നമുക്കിത് വാക്യൂം ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് വാക്യൂം ചെയ്യാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2014 2014 അതിനുശേഷം ഇപ്പം എല്ലാ സിമിലർ ഇതേ സെഗ്മെന്റിലുള്ള സിമിലർ വെഹിക്കിൾസിലെല്ലാം സിയന്ന, ക്രൈസ്ലർ പസഫിക് ഇതിനകത്തെല്ലാം ഇതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഹോണ്ടയുടെ ഇത് ബാക്കിലാണ്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലേക്ക് വാക്യൂം ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ട് റോ വാക്യൂം ചെയ്യാനൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ഒരു എന്താ പറയുക നോട്ട് ഈസി അവിടം വരെ എത്തുമെങ്കിലും. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ടൊയോട്ട കൊണ്ടുവന്നിരിക്കുന്നത് മിഡിൽ റോയിലാണ് വന്നിരിക്കുന്നത് വാക്യൂം. സോ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അത് ഈസി ആയിട്ട് റീച്ചബിൾ ആണ് അവിടുന്ന്. ഇതിൻ്റെ ഒരു കാർഗോ കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ എല്ലാ റോസും ലൈക്ക് ഈവൻ സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ എല്ലാം റിമൂവ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു 4000 ലിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രം സെക്കൻഡ് റോ ഓൺവേർഡ്സ് പുറകിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അറൗണ്ട് ഒരു 2400 ലിറ്റേഴ്സ്. പിന്നെ എല്ലാ റോസും ലൈക്ക് 8 സീറ്റ്സും യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാർഗോ സ്പേസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 920 ലിറ്റേഴ്സ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോ. സോ നമുക്ക് സെക്കൻഡ് റോ സീറ്റ് നമുക്കിപ്പോൾ ഇതിന് പറയുന്നത് മാജിക് സ്ലൈഡ് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഈ മിഡിൽ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് നേരെ പാരലായിട്ട് ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അല്ലാതെ സൈഡ് വൈസും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പേര് ഉപയോഗിക്കുകയാണെങ്കിൽ സെക്കൻഡ് റോ 3 സീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തേർഡ് റോയിൽ കയറാനായിട്ട് ഇങ്ങനെയാണ് കയറാൻ പറ്റുള്ളൂ. അതൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ 3 സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് മിഡിൽ സീറ്റ് റിമൂവബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്യാപ്റ്റൻ സ്റ്റെയർ പോലെ ആക്കണമെങ്കിൽ ആക്കാം. ഇപ്പോൾ 8 പേര് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്കലത്തെ സീറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നടുക്കലത്തെ സീറ്റ് മാറ്റാതെ തന്നെ വേണമെങ്കിൽ ഇതിലൊരു ഹെഡ് റെസ്റ്റ് അല്ല നമ്മുടെ ഒരു കപ്പ് ഹോൾഡേഴ്സൊക്കെയുള്ള ഹാൻഡ് റെസ്റ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. സീറ്റിൻ്റെ ബാക്കിൽ കുറച്ച് സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2.5 ആമ്പിൻ്റെ 2 USB ചാർജർ, HDMI പോർട്ട് ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ പവർ വിൻഡോസ്, സൺഷെയ്ഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ഒരു ചെറിയ ഹാൻഡ് റെസ്റ്റ് ആണ്. കുറച്ച് നമ്മൾ ബാക്കിലേക്ക് വെക്കണം കയ്യിൽ നിന്നാണെങ്കിലും ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ ഓപ്പണിംഗ് ക്ലോസിങ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഈ മോഡലിൽ തന്നെ ഹോണ്ട ഒഡീസിയുടെ
EXL-RES എന്നാണ് പറയുന്നത്. അതായത് റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ HDMI പോർട്ട് കണ്ടു. നമുക്കിപ്പം ഗെയിമിംഗ് കൺസോളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ HDMI പോർട്ട് വഴി കണക്ട് ചെയ്യാം. DVD ബ്ലൂറേ ഡിസ്ക് ഇടാൻ പറ്റും. USB കണക്ട് ചെയ്യാം. അങ്ങനെ പലതും നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേ കൂടെ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത് മുകളിലാണ്. അത് നമ്മൾ സാധാരണ ചില വണ്ടികൾക്കൊക്കെ നടുക്കാണ് കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ കൺസോളിൽ സെക്കൻഡ് റോയിൽ. സോ നമുക്ക് ഒഡീസിയുടെ തേർഡ് റോ സീറ്റിംഗ് ഒന്ന് നോക്കാം. നല്ലൊരു സ്പേഷ്യസ് ആണ്. നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെഗ് സ്പേസ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട് ബാക്കിൽ. അതുപോലെ തന്നെ നല്ല ഷോൾഡർ സ്പേസ് ഉണ്ട്. ഈസി ആയിട്ട് ഒരു 3 അഡൾട്ടിന് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ്. SUV എടുക്കാതെ മിനി വാനിലേക്ക് പോകുന്ന ആൾക്കാർ ഈ സ്പേസ് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഒരു 2-3 ഇഞ്ച് ഹെഡ് സ്പേസ് വരുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും ലൈറ്റ്സ് വന്നിട്ടുണ്ട് റീഡിങ്ങിനും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹുക്സ് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക് റോയിൽ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അതായത് പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഒന്നെങ്കിൽ ഹെഡ്സെറ്റിൽ കേൾക്കാം, അല്ലാന്നാണെങ്കിൽ ഇതിന് വേറൊരു ഫീച്ചർ വരുന്നുണ്ട്, ക്യാബിൻ ടോക്ക്. അതായത് ഫ്രണ്ടിൽ ഡ്രൈവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ബാക്ക് സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് ഒരു ക്യാബിൻ ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സീറ്റിലിരിക്കുന്ന ആളുടെ ഹെഡ്സെറ്റിലോ അല്ലെങ്കിൽ സ്പീക്കർ വഴിയോ അവിടെ ഡ്രൈവർ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും. അത് അതിലേക്കൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഒരു AC വെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് 2 സൈഡിലും കപ്പ് ഹോൾഡേഴ്സും AC വെൻറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ഹെഡ്ഫോണിൻ്റെ ജാക്കും വോളിയം അഡ്ജസ്റ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റ് ഒരു സൈഡിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഹോണ്ട ഒഡീസിയുടെ ഡ്രൈവിംഗ് സീറ്റിലുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതൊരു EXL-RES ട്രിമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലെതർ ആക്സൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം സ്റ്റിയറിങ്ങും സീറ്റ്സ് ഒക്കെ ലെതർ ട്രിംസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. അതൊരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. പക്ഷെ ഇതിന് എനിക്ക് തോന്നിയ ഒരു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈയുടെ സൈസൊക്കെ വെച്ചിട്ട് ഈ സ്റ്റിയറിംഗ് വീല് കുറച്ച് തിന്നായിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫാറ്റ് സ്റ്റിയറിംഗ് വീൽ ആയിരുന്നെങ്കിൽ കുറേ കൂടെ കംഫർട്ടബിൾ ആയിരുന്നേനെ. ഇത്രയും വലിയൊരു വണ്ടിക്ക് നമുക്ക് ഈസി ആയിട്ട് മനൂവർ ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഹെൽപ്ഫുൾ ആണ്. ഒട്ടും റെസിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്യാനൊക്കെ ഇതാണ്. നമ്മൾ ഈ സ്റ്റിയറിംഗിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ക്രൂസ് കൺട്രോൾ, ഓഡിയോ, ടെലിഫോൺ അതിൻ്റെയൊക്കെ കൺട്രോൾ സ്റ്റിയറിംഗിൽ തന്നെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അല്ല, എന്നാൽ ഗ്രാഫിക്സ് കുറച്ച് ഡിജിറ്റൽ പോലെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ടെമ്പറേച്ചർ ഗേജിൻ്റെയും ഫ്യൂൽ ഗേജിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ ഡോറ് ക്ലോസ് ചെയ്യുന്നതിൻ്റെയും പവർ സ്ലൈഡിങ് ഡോർസിൻ്റെ കൺട്രോൾസും പിന്നെ ഈ ഹോണ്ടയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വരുന്ന സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചസും ഇതൊക്കെയാണ് ഈ സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത്. ഡോർ പാനലിൽ വരുവാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഒക്കെ പ്ലാസ്റ്റിക് ആണ്. ഇതും ഈ കാറ്റഗറി അല്ല, ഇതിനെക്കാട്ടിലും കുറഞ്ഞ സെഗ്മെന്റ് വണ്ടികളിലൊക്കെ ക്രോമിയം വരുന്നുണ്ട്. ഔട്ട്സൈഡ് ഡോർ ഹാൻഡിൽ ക്രോമിയം ആണ്. അപ്പോൾ ഇതും ക്രോമിയം കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നേനെ എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. ഡാഷിൻ്റെ മേളിലൊക്കെ ആക്ച്വലി കുറച്ച് ഇതൊരു സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ്. ലെതർ ആണോ അതൊരു മിക്സ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ചുകൂടെ ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, കുറെ കൂടെ സോഫ്റ്റ് ആണ്. അതിനകത്ത് ഹോണ്ടയുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒരു 8 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. അതിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇൻഫർടൈൻമെൻറ്റിൻ്റെ താഴത്തേക്ക് വരുവാണെങ്കിൽ ഈവൻ ദോ കുറേ ടച്ച് ഇപ്പോൾ എല്ലാം ടച്ച് സ്ക്രീനിലേക്ക് മാറുവാണെങ്കിലും ഇതിനകത്ത് ഹാർഡ് ടച്ച് ബട്ടൺസ് ഉണ്ട്. ഇതൊരു ഡ്യുവൽ സോൺ ഐ ഗെസ് ട്രൈ സോൺ ആണ്, പുറകിലും കൺട്രോൾ ചെയ്യാം. ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വോളിയം അഡ്ജസ്റ്റിംഗ് സംഭവം. പക്ഷേ ഇതൊരു കുറച്ച് ബാക്കി വണ്ടികളിലെക്കാട്ടിലും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ആൻഡ് ഈ ബട്ടണൊന്നും അത്ര ഒരു ഭയങ്കര വലിയൊരു ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയാനില്ല, കുറച്ച് വോബ്ലി. അത് നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റഡ് സീറ്റ്സ് ആണ്, ലൈക്ക് ഡ്രൈവറിനും പാസഞ്ചറിനും ഹീറ്റഡ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ മോഡൽസിൽ കണ്ടുവരുന്ന പോലൊരു ഈക്കോൺ ഒരു ഗ്രീൻ ഇതുണ്ട്. അപ്പോൾ അത് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു മോഡാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഒരു സ്നോ മോഡും കൊടുത്തിട്ടുണ്ട്. ഗിയർ നോബ് എന്ന് പറയുന്നൊരു സംഭവം, ഗിയർ നോബ് ഇല്ല, ഇതെല്ലാം സ്വിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് അത്ര താല്പര്യമുള്ള സംഭവമല്ല. ബട്ട് ഈ ഒരു സെൻറ്റർ കൺസോൾ ഇത്രയും റേസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗിയർ നോബ് കൊടുക്കാനുള്ളൊരു ഡിഫിക്കൽട്ടിയൊക്കെ കൊണ്ടായിരിക്കും ഹോണ്ട കൊടുത്തത്. അപ്പോൾ ഇതിനെല്ലാം ബട്ടൺസ് ആണ്. ഗിയർ നോബ് ഇല്ലാത്തത് കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട്. ലൈക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ കൺസോൾ ഇവിടെ കൊണ്ട് തീരുവാണ്. അപ്പോൾ നമുക്കിവിടെ കാലൊക്കെ ഇച്ചിരി ഇതായിട്ട് വെക്കാനാണെങ്കിലും നമ്മളെ നോർമൽ വണ്ടികളുള്ള പോലെ ഒരു കമ്പാർട്ട്മെന്റ് പോലെയൊന്നുമില്ല. നമ്മൾക്ക് ഞാൻ പ്രജിത്ത് ബ്രോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ പറയുമായിരുന്നു, നമുക്ക് ഇത്രയും ഈ ഒരു സ്പേസ് ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുക്കായിരുന്നു. കാരണം ഇത്ര ഡെപ്തിൽ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തത് കൊണ്ട് വലിയൊരു യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അവിടെ സ്റ്റോറേജ് സ്പേസ് ഇല്ലെങ്കിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, അത് ഡോറിലാണെങ്കിലും സെൻട്രൽ കൺസോളിലാണെങ്കിലും. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പം വേറെ ഉള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ മോഡലിൽ ഒരു പവർ അഡ്ജസ്റ്റബിൾ മൂൺ റൂഫ് അല്ലെ ഒരു സൺ റൂഫ് പോലെ, പാനറോമിക് അല്ല ബട്ട് റെഗുലർ മൂൺ റൂഫ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ മോഡലിൽ എനിക്ക് തോന്നുന്നു ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറേഴ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾസ് ഒക്കെ കോൺഫിഗർ ചെയ്യാനായിട്ട് ഗറാജ് ഡോറൊക്കെ കോൺഫിഗർ ചെയ്യാനുള്ള 3 ബട്ടൺസോളം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2020 ഹോണ്ട ഒഡിസിയുടെ പവർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 3.5 ലിറ്റർ V6 നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനാണ്. ഇത് വളരെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഹോണ്ട ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 280 ഹോഴ്സ് പവർ, അതൊരു മാക്സിമം ഒരു 6000 RPM-ലും 262 pound-feet ഓഫ് ടോർക്ക്, അതൊരു 4000 RPM-ലുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് മിഡ് റേഞ്ച് ടു ഹൈ എൻഡ് പവർ ഉണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിലും എല്ലാം ഒരു ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നതൊരു 3.5 ലിറ്റർ ഓർ അബവ്. ഐസൽ പെസിഫിക്കയിലൊക്കെ 3.6 ആണ്. അപ്പോൾ ഇത് ഈ ഒരു എഞ്ചിനെ പുള്ളി ചെയ്യുന്നത് നമുക്ക് ഒരു 10 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ 2020 ആണ് ഇവർ സ്റ്റാൻഡേർഡ് ആയിട്ട് 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഈ ഒരു വേറെ ഓപ്ഷൻ ഇല്ല. ഇതിന് മുമ്പ് 2018 2019 ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക് ആയിരുന്നു. പിന്നെ 10 സ്പീഡ് ഉണ്ടായിരുന്നത് ലിമിറ്റഡ് എഡിഷന് മാത്രം, ടോപ്പ് എൻഡിന് മാത്രം. വണ്ടി ഓടിച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഡ്രൈവിംഗ് ഹാൻഡ്ലിംഗ് ഒക്കെ നോക്കാം. അതുപോലെ നമ്മുടെ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് അല്ലെങ്കിൽ ഫ്രം പാർക്കിംഗ് റിവേഴ്സ് ഡ്രൈവ് ഒക്കെ എല്ലാം ബട്ടൺസ് ആണ്. അതേപോലെ തന്നെ ഈ ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പാർക്കിംഗ് ബ്രേക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്യാം. പിന്നെ അത് റിലീസ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ കൺട്രോൾസ് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവും. അപ്പോൾ ട്രാവലൊക്കെ കിടക്കുന്ന റോഡാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡാണ്. വളരെ കുറച്ച് റോഡിലുള്ള ഈ പറഞ്ഞ ലെവൽ ഡിഫറൻസ് ഒക്കെ മാത്രമേ ക്യാബിനിലേക്ക് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ വിൻഡോസ് ഒരു ഡബിൾ പെയിൻ ആണ്. അപ്പോൾ ഡബിൾ പെയിൻ വിൻഡോസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റോഡ് നോയ്സും അല്ലെങ്കിൽ വിൻ നോയ്സും ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഇതിനകത്തേക്ക് വരുന്നുള്ളൂ. ഈ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു നമ്മളെ റിയർ പാസഞ്ചേഴ്സിനെ കാണാനായിട്ടുള്ള ഒരു മിററും വേണമെങ്കിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഹാൻഡ്ലിംഗ് ഉള്ളൊരു വണ്ടിയാണ്. വളരെ പ്ലാന്റഡ് ആയിട്ടുള്ള റൈഡാണ് ഇതിന്. ക്ലോസ് ടു എനിക്കൊന്ന് 5000 pound എങ്ങാണ്ടാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഒരു ഹെവി വെഹിക്കിളാണ്. അപ്പോൾ നമുക്കത് ഓടിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേർഡിനെസ് നമുക്കിതിൽ ഫീൽ ചെയ്യും. പിന്നെ ഈ
നമുക്കൊന്ന് ഡ്രൈവിന് പോയി നോക്കാം അല്ലേ? സോറി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് യൂസ് ടു ആവാൻ കുറച്ച് സമയം എടുക്കും. ഹീറ്റഡ് സ്റ്റിയറിംഗ് ആണ് അല്ലേ? ഹീറ്റഡ് സ്റ്റിയറിംഗ് ആണ്. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ വരുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വണ്ടികൾക്കെല്ലാം ഹീറ്റഡ് സ്റ്റിയറിംഗ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ മാത്രമാണ് ഹീറ്റഡ് ആവുള്ളൂ. പക്ഷേ ഒഡീസിയുടെ ഹീറ്റഡ് സ്റ്റിയറിംഗ്, എൻ്റയർ സ്റ്റിയറിംഗ് ഹീറ്റഡ് ആണ്. ഈവൻ ദോ പ്ലാന്റഡ് റൈഡ് ആണെങ്കിലും നമ്മൾ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള റോഡിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു സസ്പെൻഷൻ്റെ ഇത് നമുക്ക് ക്യാബിനിൽ അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതൊരു എന്താ പറയുക, സ്പോർട്ടി SUV ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു വാൻ അത് അക്സെപ്റ്റബിൾ ആണ്. പ്രജിത്ത് ബ്രോ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നുണ്ട്. പ്രജിത്ത് ബ്രോയോട് നമുക്ക് സെക്കൻഡ് റോയിലെ കംഫർട്ട് എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയേക്കുവാണ്. എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ? ഒരു വാൻ എന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ്. 6 feet ആൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടും ഫ്രണ്ട് സീറ്റ് ബാക്കിലോട്ട് ഇട്ടിട്ടാണെങ്കിൽ പോലും നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നീ ഒന്നും ഇടിക്കുന്നില്ല. ഫ്രണ്ട് പാസഞ്ചർ സീറ്റിലൊന്നും മുട്ടുന്ന പോലും ഇല്ല. CR-Vയിലുള്ള പോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററിൽ മറ്റേ ക്യാമറ വരുന്നുണ്ട്. ആക്സിലറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 10 speed ഓട്ടോമാറ്റിക്കിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അല്ലേ? ഐഡിൽ സ്റ്റോപ്പ് ഫീച്ചർ ഉണ്ട്. എൻജിൻ സ്റ്റോപ്പ് ആവും നമ്മുടെ വണ്ടി സിഗ്നലിലൊക്കെ നിർത്തിയിട്ടിരിക്കുമ്പോഴത്തേക്കും. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ ഓൺ ആവുള്ളൂ. പക്ഷെ നമുക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. ഒരു ഇനിഷ്യൽ ചെറിയൊരു ലാഗ് ഉണ്ട്. ബട്ട് എന്താ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു മിഡ് റേഞ്ചിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ആ ഒരു പുള്ളിങ്ങിലേക്ക് ആ ഒരു E6 എഞ്ചിന്റെ ഒരു പവർ. ഈ ഒരു 10 speed ഓട്ടോമാറ്റിക് അത്ര ഒരു പോപ്പുലർ ഐ മീൻ ഹോണ്ടയുടെ പല മോഡൽസിലും ഉണ്ട്. ബട്ട് അതൊരു ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ ഡിബേറ്റബിൾ ആണ്. പക്ഷെ ബാക്കി സിമിലർ വെഹിക്കിൾസ് ഇപ്പോൾ CNAയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹോഴ്സ് പവർ കൂടുതലുണ്ട്. ലൈക്ക് 296 എങ്ങാണ്ട്, ഓൾമോസ്റ്റ് 10 ഹോഴ്സ് പവർ കൂടുതലുണ്ട്. അപ്പോൾ അതൊരു 8 speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ കുറെ കൂടെ എന്താ പറയുക, ഡ്രൈവിംഗ് അല്ലെ ആ ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ കുറെ കൂടെ സ്മൂത്ത് എന്ന് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയേണ്ടി വരും. ബട്ട് ഡെഫിനറ്റ്ലി ഒരു വാൻ അല്ലേ? അപ്പോൾ അതെ, ഒരു മിനി വാൻ ആയതുകൊണ്ട് എന്താ പറയുക, അതെ, ഒരു സ്പോർട്ട്നെസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വണ്ടി കമ്പാരിറ്റീവ്ലി സെഗ്മെന്റിലെ ബാക്കി കാർസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ വെയിറ്റ് കുറവാണ്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പം ഓവറോൾ ആസ് എ പാക്കേജ് നല്ലതാണ്. പക്ഷേ ഇനിഷ്യൽ അല്ല, ഇതിപ്പം ഒരു ഹൈ സ്പീഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റിയും കൺട്രോളും ഉണ്ട്. നമ്മൾ ലോങ് ഒക്കെ പോവാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. ബോഡി റോളും കുറവാണ്. അതെ, വലിയ ബോഡി റോളൊന്നും ഫീൽ ചെയ്യുന്നില്ല. മിനി വാൻ ഓടിച്ചോണ്ട് പോകുന്ന എന്നുള്ളൊരു ഫീലും തരുന്നില്ല. നല്ല ഈസി ആയിട്ട് ഈവൻ സ്റ്റിയറിംഗ് ഇത്രയും എന്താ പറയുന്നത്, ഓൾമോസ്റ്റ് 5,000 pounds ഒക്കെ വെയിറ്റ് ഉള്ള വണ്ടിയുടെ സ്റ്റിയറിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വളരെ നിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. സ്പോർട്ട് മോഡിൽ ഇടുമ്പോൾ നമുക്ക് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒന്ന് നോക്കാം. സ്പോർട്ട് മോഡിലേക്ക് മാറ്റി നോക്കട്ടെ. ഇമ്മീഡിയറ്റ്ലി ആ ഒരു ടോർക്ക് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം ആ സ്പോർട്ട് മോഡിലേക്ക് ഇടുമ്പോൾ തന്നെ. സൗണ്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ സ്പോർട്ട് മോഡിൽ ഒന്ന് ആക്സിലറേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻസ് ഉണ്ട്. ഷിഫ്റ്റിംഗ് കുറച്ച് ലാഗ്, കുറച്ച് എന്താ പറയാ, ഒരു ലാഗ് കുറഞ്ഞിട്ടുണ്ട്. അതെ, ലാഗ് കുറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു കാര്യം, ഇതിന്റെ ഇക്കോൺ മോഡ് ഓൺ ആയിരുന്നു. ഇക്കോൺ മോഡ് ഓഫ് ചെയ്തിട്ട് സ്പോർട്ട് മോഡിൽ ഇട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഇതിന് ലൈൻ സെൻറ്ററിങ് ഇല്ല. സെൻറ്ററിങ് ഇല്ലെങ്കിലും ലൈൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്. ലൈൻ കീപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ലൈനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നേരത്ത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല. സോ അത് എനിക്ക് തോന്നുന്നത് ഒരു കമ്പയർ ടു ടൊയോട്ട സിയന്ന മാത്രമാണ്
ഈ ഒരു മിനി വാൻ സെഗ്മെന്റിൽ ഓൾ വീൽ ഡ്രൈവ് വരുന്നത്. പക്ഷേ നല്ലൊരു ട്രാക്ഷനും നല്ല അത്യാവശ്യം പവറും ഉള്ളത് കൊണ്ട് സ്നോയിൽ ഒക്കെ മോശമല്ലാത്ത പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഓട്ടോമാറ്റിക് എൻജിൻ സ്റ്റോപ്പ്, ഐഡിയൽ സ്റ്റോപ്പ് ഓഫ് ചെയ്തും വെക്കാം. നമുക്ക് അധികം ടോയിങ് കപ്പാസിറ്റി വരുന്നില്ല. 3500 LBS, അതായത് ഒരു 1300-1400 കിലോയിൽ താഴെയാണ് ടോയിങ് കപ്പാസിറ്റി ഉള്ളൂ. കമ്പയർഡ് ടു വാൻ SUV പ്രിഫർ ചെയ്യുന്നതിന്റെ റീസണും അതൊക്കെയാണ്. ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ഡോഡ്ജിന്റെ കാരവാൻ, ടൊയോട്ട സിയന ആൻഡ് ക്രൈസ്ലർ പസിഫിക്ക, പിന്നെ കിയ സെഡോണ. നമ്മള് 2021 മോഡൽ ഹോപ്പ്ഫുള്ളി ഉടനെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അതായത് ഫേസ് ലിഫ്റ്റിംഗ് വന്നിട്ടുണ്ട്, കുറേ ഫീച്ചേഴ്സും ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 2020 ഒഡീസിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കൂടുതൽ കാറുകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.